നമസ്കാരം. എൻ്റെ പേര് ബിന്ദു സഞ്ജയ് എന്നാണ്. ഞാനൊരു ഡ്രോയിങ് ടീച്ചറാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡ്രോയിങ്ങിൻ്റെ ബേസിക്കായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു. അത് ഷോർട്ട് ഫോമിലാണ് എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് ഡ്രോയിങ്ങിനെക്കുറിച്ച് അല്ലെങ്കിൽ ചിത്രരചനയെക്കുറിച്ച് കലയെക്കുറിച്ച് ചെറിയൊരു അവയർനെസ്. അപ്പോൾ എന്താണ് കല? എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയുവാണ്, എന്താണ് കല? നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളും ആശയങ്ങളും ഭാവനകൾ, വികാരങ്ങൾ, അതെല്ലാം മറ്റൊരാൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു ആവിഷ്കരണം, ഒരു രൂപമുണ്ടാക്കി പ്രദർശിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ കല എന്ന് ലളിതമായി പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളിനെ നമ്മൾ കലാകാരന്മാർ എന്ന് പറയുന്നു. ഇനി കലയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് കല പലതരത്തിൽ നമ്മൾ അറിയപ്പെടുന്നു. എങ്ങനെയൊക്കെയാണ്? നമ്മൾ ദൃശ്യകല, പിന്നെ ശ്രവണകല, അവതരണകല, ഇങ്ങനെ പലതരത്തിലുള്ള കലകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് ദൃശ്യകല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ദൃശ്യകലയിൽ വരുന്നതാണ് പെയിൻറ്റിങ്സ്, ശില്പങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ദൃശ്യകലയിൽ പെടുന്ന ഇതാണ്. ഇനി എന്താണ് ശ്രവണകല? ശ്രവണകല എന്ന് പറയുമ്പോൾ സംഗീതമാവട്ടെ, കഥാപ്രസംഗം, ഇതിനെയെല്ലാം നമ്മൾ ശ്രവണകലയിൽ ഉൾപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് അവതരണകല? അവതരണകല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നൃത്തം, നാടകം, ഇത്തരത്തിലുള്ള കലകളെ നമ്മൾ അവതരണ കലകൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെ കലകൾക്ക് വ്യത്യസ്തമായ ഫോംസ് ഉണ്ട്. ഇനി കലയ്ക്ക് സംസ്കാരമുണ്ട്. എന്താണ് കലാ സംസ്കാരം? നമ്മുടെ പല പല രാജ്യങ്ങളിലായാലും നാടുകളിലായാലും വ്യത്യസ്തമായ സംസ്കാരമാണ്. കല എല്ലാ സംസ്കാരങ്ങളെയും ഒപ്പിയെടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഓരോ സംസ്കാരത്തിനും ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ സംസ്കാരങ്ങൾ, ആ കലാരൂപങ്ങൾ ഉണ്ട്. അപ്പോൾ എക്സാമ്പിൾ, ഇപ്പോൾ തഞ്ചാവൂർ പെയിൻറ്റിങ്സ്, മധുബാനി പെയിൻറ്റിങ്സ്. മധുബാനി എന്ന് പറയുന്നത് ഉത്തരേന്ത്യൻ ആർട്ടാണ്. അപ്പോൾ അത് ഉത്തരേന്ത്യൻ സംസ്കാരമാണ് അതിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ അത് ആ കലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ കേരള ആർട്ട് എന്ന് പറയുമ്പോൾ ചുമർ ചിത്രങ്ങളാണ്, മ്യൂറൽ പെയിൻറ്റിങ്സ് എന്ന് പറയും. അപ്പോൾ അത് നമ്മുടെ കലയെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇനി കലയ്ക്ക് വ്യത്യസ്തമായ ശൈലികളുണ്ട്. എന്തൊക്കെ ശൈലികളാണ്? ഇപ്പോൾ പലതരം ശൈലികളിലാണ് ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ, നമ്മൾ റിയലിസ്റ്റിക്കായിട്ട് ചിത്രം വരയ്ക്കുക എന്ന് പറയും. അപ്പോൾ നമ്മൾ നമ്മൾ ഫോട്ടോ എടുത്തണക്കായിരിക്കും റിയലിസ്റ്റിക് ചിത്രം ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സ് ഉണ്ട്. അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചിത്രം അതിൽ പ്രധാനപ്പെട്ട ഒന്നിനെ കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ഇങ്ങനെ മനസ്സിലാകാത്ത രീതിയിലായിരിക്കും. കുറേ സമയം നമ്മൾ നോക്കുമ്പോഴായിരിക്കും അത് വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ചിത്രങ്ങളുണ്ട്, അവ്യക്ത ചിത്രങ്ങൾ. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന ചിത്രങ്ങളെ നമ്മൾ അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ്സ് എന്ന് പറയും. ഇനി കലയ്ക്ക് മാധ്യമങ്ങളുണ്ട്. എന്താണ് കലാമാധ്യമങ്ങൾ? നമ്മൾ കല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോയിങ് പഠിക്കാൻ വരുമ്പോൾ നമ്മൾ എന്തൊക്കെ മാധ്യമങ്ങളാണ് കല ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്? അപ്പോൾ പെൻസിലാവട്ടെ, ചായമാവട്ടെ, ചായത്തിൽ ഓയിൽ കളറാവട്ടെ, അക്രിലിക് കളറാവട്ടെ, ജലച്ചായമാവട്ടെ, ചാർക്കോൾ പെൻസിലാവട്ടെ, എന്ത് വെച്ചിട്ട്, അതാണ് ഒരു മാധ്യമം, കലാമാധ്യമം എന്ന് പറയുന്നത്. അതുപോലെ പ്രതല മാധ്യമമുണ്ട്. എന്താണ് പ്രതല മാധ്യമം? നമ്മൾ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സ്പേസാണ്, സ്ഥലമാണ്. അതാണ് പ്രതല മാധ്യമം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു ഭിത്തി ആവട്ടെ, അല്ലെങ്കിൽ ക്യാൻവാസ് ആവട്ടെ, പേപ്പർ ആവട്ടെ, ഒരു മരക്കഷ്ണം ആവട്ടെ, എല്ലാം നമ്മൾ പ്രതല മാധ്യമം എന്നാണ് പറയുന്നത്. കലയുടെ ചെറിയൊരു അവയർനെസ്സാണ് ഞാൻ പറഞ്ഞത്. തൽക്കാലം അത് മതി. അപ്പോൾ എന്താണ് കല? അത് പറഞ്ഞു. കലയ്ക്ക് മാധ്യമങ്ങളുണ്ടെന്ന് പറഞ്ഞു, സംസ്കാരമുണ്ട്, ശൈലികളുണ്ട്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കലയെക്കുറിച്ച് പറഞ്ഞു. ഇനി നമ്മൾ പെയിൻറ്റിങ്സ് പഠിക്കുകയാണ്. അപ്പോൾ പഠിക്കുമ്പോഴത്തേക്ക് ചിത്രകലയാണ് പഠിക്കുന്നത്. അപ്പോൾ ചിത്രകല പഠിക്കുമ്പോഴത്തേക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ചെറിയ സിമ്പിളായിട്ടുള്ള ഷോർട്ട് ഫോമിൽ നമുക്ക് പഠിക്കാം. ഓക്കെ.